നമസ്കാരം. PSC എക്സാം ക്രാക്കേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഒരു ചെറു പട്ടണമാണ് പെഹൽഗാം. 22 ഏപ്രിൽ 2025 പെഹൽഗാം ഭീകരാക്രമണം. 22 ഏപ്രിൽ 2025 നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിൽ 26 ഇന്ത്യക്കാരാണ് മരണപ്പെട്ടത്. മെയ് 7, 2025 പെഹൽഗാമിൽ ഭീകരർ മായ്ച്ച ആ സിന്ദൂരി പൊട്ടുകൾക്ക് രാജ്യം പകരം ചോദിച്ച വാർത്ത ലോകത്തെ അറിയിക്കാൻ രാജ്യം നിയോഗിച്ചത് 2 വനിതകളെയാണ്. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. 9 ഭീകരതാവളങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തോട് വിശദീകരിച്ച കേണൽ സോഫിയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഗുജറാത്ത് സ്വദേശി, സൈന്യത്തിൻ്റെ കോർപ്പസ് ഓഫ് സീനിയേഴ്സിലെ ആദ്യ വനിതാ ഓഫീസർ. 2016 18 രാജ്യങ്ങൾ പങ്കെടുത്ത ഫോഴ്സ് 18 സൈനിക അഭ്യാസത്തിൽ ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തോട് വിശദീകരിച്ച വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. പേരിന് അർത്ഥം ആകാശത്തിൻ്റെ മകൾ. 2019 മുതൽ വ്യോമസേനയിൽ പൈലറ്റ്. ചേതക് ചീറ്റ ഹെലികോപ്റ്റർ പറത്തി പരിചയം. 2020 അരുണാചൽ പ്രദേശിൽ ദുർഘടമായ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തു. 2025 മെയ് 7 പുലർച്ചെ 1:44 ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട ദൗത്യം നടത്തിയത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഉപയോഗിച്ച മിസൈൽ സ്കാൽപ്, സ്റ്റോം ഷാഡോ. റഡാറുകളുടെ കണ്ണിൽ അത്ര പെട്ടെന്നൊന്നും പെടാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ കഴിയുന്ന ദീർഘദൂര ക്രൂയിസ് മിസൈലാണ് സ്റ്റോം ഷാഡോ. ആകാശത്തിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഈ മിസൈലിൻ്റെ ദൂരപരിധി 500 കിലോമീറ്ററാണ്. UK-യും ഫ്രാൻസും സംയുക്തമായി സ്റ്റോം ഷാഡോ വികസിപ്പിച്ചത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമാറ്റീവ് കോണ്ടന്റുള്ള വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.